Hey guys, welcome back to our channel. This is Sanjaswal. You're watching our entertainment. So ഇന്നതാ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെയാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ കുഞ്ചുനെ കൊണ്ടേ മുടി വെട്ടാൻ ഇരുത്തിയിട്ട് എൻ്റെ സൈക്കിളൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. സൈക്കിളിലൊന്ന് ഓയിലൊക്കെ സെറ്റ് ചെയ്ത് എയറൊക്കെ അടിച്ചൊന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി എക്സാമൊക്കെ അല്ലേ. അപ്പം പിന്നെ ഇനിയൊന്നും ചെയ്യാനുള്ള ടൈം കിട്ടൂല എനിക്ക്. അപ്പം ഇപ്പോൾ തന്നെ എല്ലാം ചെയ്യാൻ ഈ ഷോപ്പിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു കുഞ്ചുന് മുടി വെട്ടാൻ. അപ്പോൾ ദേ മുടിയൊക്കെ വെട്ടിയ ആൾ നല്ല സ്റ്റൈല് നൈസ് സെറ്റായിട്ടുണ്ട്. പക്ഷെ വെറും 2 ആഴ്ചയുള്ളൂ ഗൈസ്. അതിനുള്ളിൽ എൻ്റെ മുടി വീണ്ടും വളരും. എൻ്റെ മുടി പെട്ടെന്ന് വളരും കേട്ടോ. അപ്പോൾ ദേ നമ്മളിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ചുവിനെ വീട്ടിലാക്കിയിട്ട് ഞാനൊരു സൈക്കിൾ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ സൈക്കിൾ എടുത്ത സെയിം ഷോപ്പിലേക്കായിരുന്നു കേട്ടോ പോയത്. എൻ്റെ ടയറിലല്ലോ ബ്രേക്കൊന്നും നോക്കാൻ വേണ്ടി. പക്ഷെ അവിടെ ബുധനാഴ്ച സർവീസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തിരിച്ച് അതേപോലെ തന്നെ നമ്മുടെ കടയിൽ വന്നിട്ട് കുറച്ച് സ്നാക്സൊക്കെ എടുത്തു. അതിന് ശേഷം വീട്ടിൽ വന്ന് അടിപൊളിയായിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കി. കുഞ്ചു നേരത്തെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആളെ ഓക്കെ ആയിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു ഡെങ്കു തന്നെയായിരുന്നു വന്നത്. അമ്മയ്ക്ക് അത് നല്ല സിവിയർ ആയിട്ടാണ് കേട്ടോ വന്നത്. ഇപ്പോൾ ആൾ ഓക്കെയാണ്. പിന്നെ കുഞ്ചൂസ് കുളിച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അവൻ്റെ മുടിയൊക്കെ വെട്ടി ഓക്കെ ആയിട്ടുണ്ട്. അവൻ്റെ ഫൈനൽ ലുക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉച്ചയായിട്ടുണ്ട്. നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഫുഡ് കഴിക്കാം. കുഞ്ചുവിന് അമ്മ വാരി കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ കളിയാക്കുന്നുണ്ട് കേട്ടോ. നാണോ ഇല്ലേടോ എന്നൊക്കെ പറഞ്ഞിട്ട് 2ാം ക്ലാസ്സിലെ കൊച്ചിനൂടെ വാരി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കിയായിരുന്നു. അപ്പോൾ അവൻ മീൻ വറുത്തതും ചോറും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ സാമ്പാർ, തോരൻ, മീൻ വറുത്തതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് കഴിച്ചു. അതിനുശേഷം 6 മണിയായപ്പോൾ ട്യൂഷന് പോകണ്ടായിരുന്നു. 5:30 ആയപ്പോൾ റെഡിയായി ഞങ്ങൾ ട്യൂഷന് പോവാണ്. ട്യൂഷന് പോയി കഴിഞ്ഞാൽ പിന്നെ 9 മണിയൊക്കെ ആവട്ടെ വരെ. തിരിച്ചു വന്നത് അടുത്ത ദിവസം സ്കൂളിൽ പോകാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തു. കുഞ്ചുവിൻ്റെയും പാക്ക് ചെയ്തു. അതിന് ശേഷം പോയി കിടന്നുറങ്ങി. സോ